അസ്സലാമലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പെരുന്നാൾ സ്പെഷ്യൽ മാഞ്ഞാലി നെയ്ച്ചോറ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് സാധാരണ നെയ്ച്ചോറ് പോലെയല്ല, ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. പെട്ടെന്ന് തന്നെ പെരുന്നാളിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി, ക്യാരറ്റ്, പിന്നെ കുറച്ച് വേറെ മസാലകളൊക്കെ ചേർത്ത് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചിക്കൻ റോസ്റ്റോ മട്ടൺ റോസ്റ്റോ ബീഫ് റോസ്റ്റോ എന്തായാലും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണണം. നമുക്ക് എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് നോക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് ഗീയും 2 ടേബിൾ സ്പൂണ് ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളി നേർങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ബ്രൗൺ ചെയ്തെടുക്കുക. ബ്രൗൺ ചെയ്ത ശേഷം കോരിയെടുക്കേണ്ടതാണ്. ഉള്ളി നല്ലപോലെ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം കറുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിനെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 15 പീസ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അണ്ടിപ്പരിപ്പ് ബ്രൗണായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. നിങ്ങൾ എത്രയാണ് അരി എടുക്കുന്നത് അതേ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം തോതിൽ ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം തിളക്കുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി കഴുകി വൃത്തിയാക്കി 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണിത്. ഇത് തിളച്ചതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഇനി ഇത് തുറന്ന് നോക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയം വെള്ളമൊക്കെ വറ്റിയ സമയം നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ ഇതിന് വേണ്ടി ഒരു വലിയ ക്യാരറ്റ് ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് ക്യാരറ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കാം. ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് നമ്മൾ നെയ്ച്ചോറായോ എന്ന് നോക്കാം. മാഞ്ഞാലി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുവേണ്ടി ഞാനൊരു ഗ്ലാസ് ബോൾ എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 അണ്ടിപ്പരിപ്പും കൂടി വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇനി അത് ചോറിട്ട് കൊടുത്തിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് മെല്ലെ ഗ്ലാസ് ബോളിൻ്റെ വെച്ച് കമഴ്ത്തിയെടുക്കാം.
മാഞ്ഞാലി നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ റോസ്റ്റും നല്ല കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായമൊക്കെ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.